ഹായ്. ഇന്നേ നമ്മളെ ചെറിയ കുറച്ച് കൃഷികളുണ്ട്, അതൊന്ന് നോക്കിയാലോ? എന്തൊക്കെയാണ്? ഇതാണ് കേട്ടോ നമ്മൾ കറിവേപ്പ്. അപ്പം നമ്മൾ ഇങ്ങോട്ട് വീട് താമസം മാറിയ സമയത്ത് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. പക്ഷെ എന്താണെന്നറിയില്ല, ഇതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ മുരടിച്ച് ഒരു തരം പ്രാണികൾ വന്നിട്ട് ഇലയൊക്കെ ഇങ്ങനെ മുരടിക്കുകയാണ്. നല്ലോണം ഇങ്ങോട്ട് വളരുന്നില്ല കേട്ടോ. ഞാൻ ഇതിൻ്റെ അടിയിൽ പച്ചക്കറീൻ്റെ വേസ്റ്റ്, നമ്മൾ മുറിക്കുന്ന എല്ലാ പച്ചക്കറിൻ്റെ വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുത്തപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു മുളക് തൈയാട്ടോ ഇത്. അതുപോലെ ഇതാ ഒരു തക്കാളി തൈ, ഇത് തക്കാളി പൂവിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വേസ്റ്റിൽ ഉണ്ടായതാട്ടോ. പിന്നെ ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ ഒരു കറിവേപ്പ്, അതും ഇതേപോലെ തന്നെ നന്നായിട്ട് ഇങ്ങോട്ട് വളരുന്നില്ല കേട്ടോ. ഇതാ നമ്മളൊരു കുറച്ച് പൂള ഉണ്ടാക്കിയിട്ട് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ പൂളെന്നാ പറയുക, കപ്പ കൊള്ളിക്കിഴങ്ങ് എന്നൊക്കെ പറയും, അതാണത്. പിന്നെ എന്താ ഒരു വയലറ്റ് മുളകാട്ടോ, ഭയങ്കര എരിവാട്ടത്, അതിൻ്റെ ഒരു തൈയാണത്. പിന്നെ ഇതാ നമ്മളെ മത്തൻ ഞങ്ങൾ ഉണ്ടാക്കിയതല്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇതേമാതിരി മത്തൻ മുറിക്കുന്ന സമയത്ത് കൊണ്ടുപോയിട്ടപ്പോൾ ഉണ്ടായതാട്ടോ. അപ്പോൾ അതിലുണ്ടായ ഒരു മത്തനാണ് കേട്ടോ. അതേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ഉണ്ടായിട്ടുള്ളതെന്ന് ഒരുപാട് ഉണ്ടാവുന്നുണ്ട്, പക്ഷെ എല്ലാം എന്താ പറയുക, മഞ്ഞളിപ്പ് വന്നത് കണ്ടോ, അതുപോലെ ഒരു മഞ്ഞളിപ്പ് വന്നിട്ട് പൊഴിഞ്ഞു പോവുകയാണ്. ഇഷ്ടം പോലെ മത്തൻ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ കണ്ടോ, ഇതുപോലെ ഒരു മഞ്ഞ കളർ വന്നിട്ട് എന്താ അറിയില്ല, ഈ വെയിലിൻ്റെ ചൂട് കൊണ്ടാണോ എന്തോ ഇങ്ങനെ പൊഴിഞ്ഞു പോകും കേട്ടോ. പിന്നെ ഇതാ അതുപോലെ ഞങ്ങൾ ഇവിടെ ഇതേപോലെ ഇങ്ങനെ താനുണ്ടായതാണ് ഒരു വെള്ളരി ഇട്ട. പക്ഷെ അത് നന്നായിട്ട് ഫസ്റ്റ് മുതൽ കായ്ച്ചുണ്ട് കേട്ടോ. അങ്ങനെ 2 കായ ഉണ്ടായില്ല കേട്ടോ. ഉണ്ടാവും 2 വെള്ളരി ഇതുണ്ടാവും. ഇതിൻ്റെ ഇവിടെ ഒരു കുത്തുണ്ട്, എന്നാലും കുഴപ്പമില്ല, അത് അത്ര വലുതായിട്ട് കേട്ടോ. അതുപോലെ തന്നെ അതായി പുറത്തും അതും നല്ല വലുതായിട്ടുണ്ട് കണ്ടോ. ഇതൊക്കെ ഞങ്ങൾ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ സംഭവം കാണുന്നത്. എന്ന് വെച്ചാൽ പച്ച ഇലേൻ്റെ ഇടയിലായിട്ട് കണ്ടിട്ടില്ലേന്ന്. കുറച്ച് വലുപ്പം വെച്ചതിന് ശേഷമാണ് ഞങ്ങളിത് കായൊക്കെ കാണുന്നത്. ഇത് ഇതുപോലെ അങ്ങനെ മഞ്ഞായിക്കെ വരുന്നുണ്ട്, പറിക്കാനൊക്കെ ആയി തുടങ്ങിയാണ്. അതും അതുപോലെ 2 നല്ല കായ, പിന്നെ ചെറിയ കായൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ. പിന്നെ അതെ രമേശേട്ടാ, ഞങ്ങൾ ഉണ്ടാക്കുന്ന ചീര ഉണ്ടല്ലോ, അതൊക്കെ വിത്തായിരുന്നു കേട്ടോ. അതൊക്കെ വിത്ത് അവിടെ പൊഴിച്ചിട്ടുണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്നുള്ളതിൽ. പിന്നെ അതാളൊരു ബേസിനിൽ മണ്ണ് നിറച്ചിട്ട് കുറച്ച് ചീരമുളകിൻ്റെ തൈ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നു കേട്ടോ. അതൊക്കെ ആ ബേസിനിൽ മണ്ണ് നിറച്ചിങ്ങാട്ട് അതിൽ കുഴിച്ചിടുകയാണ് കേട്ടോ. 2-3 തൈ അവിടുന്ന് അമ്മ ഉണ്ടാക്കിയതായിരുന്നു. ഇതേമാതിരി മുളപ്പിച്ചപ്പം പറിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ അതൊന്ന് പറിച്ചു കൊണ്ടുപോകുന്നതാണ് കേട്ടോ. അങ്ങനെ അതും നടുക കേട്ടോ. പിന്നെ അതാ ഞങ്ങളൊരു പപ്പായ കണ്ടോ, ചെറിയ മരം കേട്ടോ, പക്ഷെ കായ ഉണ്ടായിട്ടുണ്ട്.